ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ എയർ കപ്പിൾ വ്ളോഗ്സ്. അപ്പം ഇന്ന് വന്നിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ കിടിലൻ പ്ലേസ് ആണ് കേട്ടോ. നമ്മൾ ഈ ഇടയായിട്ട് നമ്മളൊരു ഫ്രണ്ട് പറഞ്ഞറിഞ്ഞതാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചെന്നാൽ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാമെന്ന്. അപ്പോൾ നമ്മളിവിടെ വന്നേക്കാണ്. നമ്മൾ ഈ വന്നേക്കുന്ന പ്ലേസ് മാംഗ്രോ ഐലൻഡ് എന്നാണ് കേട്ടോ പേര്. ഇത് സംഭവം എന്ന് പറയുന്നത് നമുക്ക് ഈ കയാക്കിങ്ങും ബോട്ടിങ്ങും സ്പീഡ് ബോട്ട് സർവീസും കാര്യങ്ങളെല്ലാം ഉണ്ട്. സംഭവം എന്ന് പറയുന്നത് ഇത് ഒരു കണ്ടൽക്കാടുകളാണ്. ഇവിടെ ഫുള്ള് ഒരു തുരുത്താണ് പുറം സൈഡിലൊക്കെ. കണ്ടൽക്കാടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ ഇടയ്ക്കും കൂടെ നമുക്കിങ്ങനെ സ്പീഡ് ബോട്ടിലാണോ എങ്കിലും അതല്ല നമ്മുടെ ഈ സാധാരണ വഞ്ചി ഉണ്ടല്ലോ അതിൻ്റെ അകത്താണെങ്കിലും നമ്മുടെ കയാക്കിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മൾ വണ്ടിയിലേക്ക് വരുവാണെങ്കിൽ തൊട്ടപ്പുറത്ത് നമുക്ക് വണ്ടി വയ്ക്കാൻ പറ്റും. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ച് ദൂരം ഉണ്ട്. അവിടെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തോട്ട് നമുക്ക് ഫ്രീ ആയിട്ട് വള്ളത്തിൽ വരാൻ പറ്റും. ഫ്രീ സർവീസാണ്. അതിന് പൈസയും കാര്യങ്ങളൊന്നും കൊടുക്കണ്ട. ഉണ്ടായി പുറകിൽ ഇവിടെ മീൻ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് അക്വാ ഹെവൻ എന്നാണ് കേട്ടോ. അക്വാ ഹെവൻ, അശ്വൻസ് അക്വാ ഹെവൻ, അങ്ങനെയാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇവരെ നമ്പറും കാര്യങ്ങളും കാർഡും ഒക്കെ തന്നിട്ടുണ്ട്. എൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമ്മൾ യൂട്യൂബിൽ കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം കേട്ടോ. അപ്പം നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഇതാണ് കേട്ടോ മാംഗ്രോ ഐലൻഡ്. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്തുള്ള ഏറ്റവും മുകളിലായിട്ടൊരു ടവർ ഉണ്ട്. അവിടെ നിൽക്കുമ്പോൾ ഉള്ള വ്യൂസാണ് ഇത്. മൊത്തം എന്ന് പറയുന്നത് നമ്മുടെ കായൽ കൊണ്ട് ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണ് കേട്ടോ. ഒരു തുരുത്താണ് സംഭവം ഇത്. അപ്പം ഈ കുറച്ച് സമയമായിട്ടേ ഉള്ളൂ എന്ന് തോന്നുന്നു ഇവരിങ്ങനെ ഒരു ഇങ്ങനെ ഒരു പാക്കേജും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തെടുത്തിട്ട്. പക്ഷെ സംഭവം നമുക്ക് വന്ന് ചില്ല് ചെയ്യാനുള്ള നല്ലൊരു പ്ലേസ് ആണ് കേട്ടോ. ഇപ്പോൾ രാവിലെ 6 മണിക്കാണ് ഇവിടെ ഓപ്പണിംഗ് ആവുന്നത്. ഇവിടെ കൂടുതലും ഈ കയാക്കിങ്, സ്പീഡ് ബോട്ട് സർവീസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് കൂടുതലായിട്ട്. അപ്പം സംഭവം നമുക്ക് ഫ്രണ്ട്സുമായിട്ടോ അല്ലെങ്കിൽ കപ്പിൾസായിട്ടോ എങ്ങനെയാണെങ്കിലും നമുക്ക് വളരെ ചില്ല് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. കാര്യം ഇത് കുറേ കാടുകളുടെ നടുക്കൂടെയാണ് ഈ കായൽ ഇങ്ങനെ പോകുന്നത്. അപ്പം ഇതിൻ്റെ ഇടയ്ക്കൂടെയാണ് ഈ കയാക്കിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്നത് ഇവർ. അപ്പം സംഭവം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ കൂടുതലും രാവിലെയും വൈകുന്നേരമാണ് ഏറ്റവും നല്ല സമയം. കാരണം ഉച്ച സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ചൂട് വെയിലൊക്കെയാണ് കേട്ടോ ഇവിടെ. ഇതാണ് കേട്ടോ മുകളിൽ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത്. നല്ല പ്ലേസ് തന്നെയാണ് കേട്ടോ. വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. കാറ്റുണ്ട്. അപ്പോൾ ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ടൊക്കെ വന്നിരുന്ന് നല്ലോണം വരാൻ പറ്റിയ ഒരു സ്ഥലമാണ്. പിന്നെ ഒരുപാട് ഹൈപ്പൊന്നും ആരും പ്രതീക്ഷിക്കരുത്. കാര്യം ഇവരിപ്പോൾ ഡെവലപ്പ് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പം അത്രയ്ക്കൊക്കെ ഉള്ള കാഴ്ചകൾ ഇത് മെയിനായിട്ടും കുറേ തുരുത്തുകളുണ്ട്, കുറേ കണ്ടൽക്കാടുകളുണ്ട്. അതിൻ്റെ നടുക്കൂടെ ഒരു ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെയാണ് ഇവർ. പിന്നെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ നല്ല പ്ലേസ് ആണ്. കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. വെഡിങ്ങിന്റെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ, വെഡിങ് ഷൂട്ടോ അങ്ങനെയൊക്കെ എടുക്കാനുള്ള നല്ലൊരു റീലൊക്കെ എടുക്കാൻ പറ്റിയ നല്ല കിട്ടുന്ന സ്പോട്ടാണ്. അപ്പം ഇവിടെ വല്ല തിരക്കൊന്നും ഇല്ല കേട്ടോ. അധികം ഒന്നും എത്തിപ്പെട്ടിട്ടില്ല. പിന്നെ കുറച്ച് പേരൊക്കെ ഇവിടെ നേരത്തെ ബുക്ക് ചെയ്തിടാനൊക്കെ സൗകര്യമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ വന്നപ്പോൾ തന്നെ സ്പീഡ് ബോട്ടൊക്കെ ഓൾറെഡി ബുക്ക്ഡ് ആണ്. അപ്പോൾ വരുന്നവരെല്ലാം ബുക്ക് ചെയ്തിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. വരുന്നവരെല്ലാവരും ഇവരെ കോൺടാക്ട് ചെയ്ത് ബുക്ക് ചെയ്തതിനു ശേഷം വരുന്നതായിരിക്കും നല്ലത്. മീൻ കൃഷിയുണ്ട് കേട്ടോ. ഇവിടെ കരിമീനൊക്കെയാണ് കേട്ടോ ഇട്ടേക്കുന്നത്. അപ്പം നമുക്ക് ഇവിടുന്ന് കുറച്ച് തീറ്റി തന്നിട്ടുണ്ട് ഇവർക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. മൊത്തം കരിമീൻ്റെ കുഞ്ഞുങ്ങളാണ് കേട്ടോ. നമ്മളിങ്ങനെ ദൂരം ഇങ്ങനെ പൊക്കി ഇട്ട് കൊടുക്കുമ്പോൾ ചാടി പിടിക്കുന്നുണ്ട് കേട്ടോ. ഗൈസ്, അങ്ങനെ നമ്മൾ തിരിച്ച് പോവാണ് കേട്ടോ. അപ്പോൾ തിരിച്ചു പോകാനുള്ള മാർഗ്ഗം എന്ന് പറയുന്നത് വള്ളത്തിലാണ് കേട്ടോ. നമുക്ക് അക്കരയ്ക്ക് പോകാൻ പറ്റുമോ. അതുപോലെ ഇക്കരയ്ക്ക് വരാനും വള്ളത്തിൽ തന്നെ കേട്ടോ നമുക്ക് വരാനുള്ളത്. അല്ലാതെ വേറെ മാർഗ്ഗം ഇവിടെ ഇല്ല. കയറി ഇവിടുന്ന് അക്കരയ്ക്ക് പോവുകയാണ്. അണ്ണ വള്ളം പറപ്പിച്ചിടുന്നുണ്ട്. അക്കരയ്ക്ക് അടുപ്പിക്കുകയാണ്. നമ്മളിവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് മെയിൻ എൻട്രൻസിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് വള്ളത്തിലാണ് കേട്ടോ അക്കരയ്ക്ക് പോകുള്ളത്. അക്കരയ്ക്ക് പോണതെല്ലാം ഫ്രീ സർവീസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ.
ആളിപ്പോഴും ഇവിടെ തന്നെ കാണും, വള്ളമായിട്ട് ഇവിടെ കാണും. പിന്നെ ആൾ സേഫായിട്ടാണ് കേട്ടോ നമ്മളെ കൊണ്ടുപോകണതൊക്കെ. ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് തരും. അപ്പോൾ സേഫായിട്ട് നമുക്ക് ഇരുന്ന് അക്കരെ ചെല്ലാൻ പറ്റും. പിന്നെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വാഹനങ്ങളെല്ലാം പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ട്.